എല്ലാവർക്കും സാച്ച് ഫാമിലിയുടെ മനോഹരമായ മറ്റു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഇന്ന് നിൽക്കുന്ന സ്ഥലം എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷാർജയിലുള്ള കൽബ റോഡിലാണ് കേട്ടോ. നമ്മളിപ്പോൾ കൽബ റോഡിൽ നിന്ന് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അതെ നമ്മളപ്പോൾ ഹാങ്ങിങ് ഗാർഡൻ കാണാനുള്ള ആ ഒരു ഓൺ ദ വേല എന്ന് പറയാം കേട്ടോ. അപ്പോൾ അവിടേക്ക് പോകുന്ന ആ കൽബ റോഡിലേക്ക് തിരിയുന്ന സൈഡിൽ ഇതുപോലെ നല്ല മനോഹരമായിട്ടുള്ളൊരു വ്യൂ കണ്ടു. അപ്പോൾ നമ്മളവിടെ കുറച്ച് പേരൊക്കെ അവിടെ ഇറങ്ങുന്നത് കണ്ടു. അതുപോലെ നമ്മളൊന്ന് ഇറങ്ങി നോക്കിയതാണ് കേട്ടോ. ഒരു ചെറിയൊരു വെള്ളക്കെട്ട് എന്ന് പറയാൻ പറ്റില്ല, ഒരു കുഞ്ഞൊരു ഒരു എന്താ പറയുക, നല്ല ശുദ്ധജലമാണ് കേട്ടോ. നമ്മുടെ മഴ പെയ്തിട്ടുണ്ടായി ആ വെള്ളത്തിൻ്റെ അഴുക്ക് വെള്ളം അങ്ങനെയൊന്നുമല്ല, ശുദ്ധമായിട്ടുള്ള ജലമായിട്ടുള്ള കുറച്ച് ഒരു ചെറിയൊരു വെള്ളക്കെട്ട് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ശരിക്കും നല്ല ഗ്രീൻ കളറിലായിരുന്നു ആ വെള്ളം ഉണ്ടായിരുന്നത്. അപ്പം അതൊക്കെ ഒന്ന് കാണാനുമായിട്ട് നമ്മൾ പയ്യെ ഒന്ന് അവിടെ ഇറങ്ങിയതാണ് കേട്ടോ. ആക്ച്വലി നമ്മൾ അബുദാബിയിൽ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്കറിയാലോ. ഏകദേശം ഈ ഷാർജ ഖൽബ റോഡിലുള്ള ഹാങ്ങിങ് ഗാർഡൻ കാണാനായിട്ട് ഒരു 3 മണിക്കൂറോളം നമുക്ക് അബുദാബിയിൽ നിന്നുള്ള ജേണി ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് കൂടിയാണ് നമ്മൾ പയ്യൊന്ന് അവിടേക്ക് ഒന്ന് ഇറങ്ങി നോക്കിയത് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് തിരിയുമ്പോൾ ഇതുപോലുള്ള റോഡുകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക കേട്ടോ. ചുറ്റും മലകളാൽ ചുറ്റപ്പെട്ട നല്ല മനോഹരമായിട്ടുള്ള റോഡ് എന്ന് തന്നെ പറയാം, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോഡുകളാണ് കേട്ടോ. പിന്നെ ഒരു പ്രത്യേകത കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ മലകളിലൊക്കെ നമ്മളിപ്പം സമ്മർ സീസണിലൊക്കെ പോകുമ്പോൾ അതൊക്കെ ശരിക്കും ഇങ്ങനെ കരിഞ്ഞ് കല്ലായിട്ട് നിൽക്കണ്ടാവും. പക്ഷേ ഒരു ചെറിയ മഴയൊക്കെ ഇവിടെ കിട്ടിയത് കൊണ്ട് തന്നെ ഒരു നല്ല പച്ച പുൽത്തകിടി പോലെയായിരുന്നു ഓരോ മലകളിലേക്ക് നോക്കുമ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്ത് ചെല്ലുമ്പോൾ നല്ല പച്ചപ്പുള്ള കളറായിരുന്നു കേട്ടോ. ശരിക്കും നമ്മുടെ നാടിൻ്റെ ഒക്കെ ഒരു പ്രതീതി, എന്താ പറയുക, ഒരു പച്ചപ്പ് കലർന്നിട്ടുള്ളൊരു പ്രതീതിയായിരുന്നു നമ്മൾ ഈ സമയത്ത് അതിലേ പോകുമ്പം. ശരിക്കും ആ ഒരു നല്ല സുന്ദരിയായിട്ടുള്ളൊരു ഫുജേറയുടെ പോർഷൻ അല്ലെങ്കിൽ ഷാർജ കൽബ റോഡായിരുന്നു നമുക്കിതിലെ കാണാനായിട്ട് സാധിച്ചത്. പിന്നെ നമ്മൾ കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിയുമ്പോൾ നമുക്കൊരു ചെറിയൊരു ടണലും കൂടിയുണ്ട്. ചെറിയ ടണൽ എന്നല്ല, ടണൽ ഒരു ഇത്തിരി ലോങ് ആയിട്ടുള്ള ടണൽ തന്നെയാണ് കേട്ടോ. അപ്പം ഈ ടണലിൽ കൂടെ ഒരു കുറച്ച് നേരം സഞ്ചരിച്ച് കഴിയുമ്പോൾ ശരിക്കും നമ്മൾ കറക്റ്റ് ഈ ടണൽ അങ്ങ് തീർന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് പറയാം നമ്മൾ ആ ഹാങ്ങിങ് ഗാർഡൻ്റെ അടുത്ത് എത്തി എന്ന് പറയാം. ഇതിൻ്റെ ശരിക്കും ആ റൈറ്റ് സൈഡിലായിട്ടാണ്. അപ്പം കുറച്ച് സഞ്ചരിക്കാനുണ്ട് കേട്ടോ ടണലിൽ കൂടെ. അപ്പോൾ പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ അങ്ങനത്തെ ഹാങ്ങിങ് ഗാർഡൻ്റെ അടുത്തേക്ക് എത്തിക്കണം കേട്ടോ. ആ വണ്ടികളൊക്കെ കിടക്കുന്നത് കണ്ടോ, അതൊക്കെ പാർക്ക് ചെയ്തിട്ട് അവിടെ കിടക്കുന്ന വണ്ടികളാണ് കേട്ടോ. അപ്പോൾ ആ റൈറ്റ് സൈഡിൽ ആ കാണപ്പെടുന്നതാണ് ഹാങ്ങിങ് ഗാർഡൻ. അവിടുന്ന് കുറച്ചുകൂടി ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഹാങ്ങിങ് ഗാർഡൻ കാണാനായിട്ട് സാധിക്കും. ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത്. ആക്ച്വലി അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. തിരക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയതൊന്ന് വീക്കെൻഡാണ്, മാത്രമല്ല ഇപ്പം നല്ല ചൂടാണല്ലോ ഇവിടെ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമ്മളൊരു ഏകദേശം ഒരു 6 മണിയോട് കൂടിയൊക്കെയാണ് നമ്മളവിടെ എത്തിയത്. അപ്പോൾ അതുകൊണ്ട് താഴത്തെ സൈഡിലുള്ള എല്ലാ പാർക്കിങ്ങും ക്ലോസ് ആയിരുന്നു. അപ്പോൾ അവിടുത്തെ പോലീസ് നമ്മളോട് പറഞ്ഞു കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് എടുത്തിട്ട് അങ്ങ് റൈറ്റ് പിടിച്ച് അങ്ങ് മേളിലോട്ട് കയറിപ്പോക്കോളാൻ പറഞ്ഞു. അപ്പോൾ ആ വഴിയിലേക്ക് നമ്മൾ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് വരുന്ന വഴിയാണ് കേട്ടത്. ഇവിടെയും ഒരു ചെറിയ തിരക്കൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും നമുക്ക് ലാസ്റ്റ് പാർക്കിംഗ് കിട്ടി. ഇത് ഏതാ സ്ഥലം എന്ന് ശരിക്കും ചോദിച്ചാൽ നമ്മൾ താഴെയാണ് പാർക്ക് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഹാങ്ങിങ് ഗാർഡൻ്റെ താഴെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അവിടുന്ന് നമ്മൾ ഹൈക്കിംഗ് സ്റ്റെപ്സ് കയറിയിട്ട് നമ്മൾ മുകളിലേക്ക് വരും. ആ മുകളിൽ അപ്സ്റ്റെയർ പാർക്കിങ്ങിലേക്കാണ് നമ്മൾ എത്തിയത് കേട്ടോ. നമ്മളിപ്പോൾ അങ്ങനെ അവിടെ പാർക്കിംഗ് ഒക്കെ ചെയ്ത് പയ്യതാ ഇവിടെ ഇറങ്ങി. ഇവിടുത്തെ ആ ഒരു കാഴ്ചകൾ ഞങ്ങൾ കറക്റ്റ് ഒരു ഏകദേശം കറക്റ്റ് 6-6:15 ആ ടൈമോട് കൂടി ഇറങ്ങിയായിരുന്നു. അപ്പോഴും ചെറിയൊരു വെട്ടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ അത്ര അങ്ങ് ഇരുണ്ട് പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു ലെവലിലായിരുന്നു നമുക്കിവിടെ കാണാനായിട്ട് സാധിച്ചത്. നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ ചൂടൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. നമ്മൾ ഇത്ര ഉയരത്തിൽ നിൽക്കും, ഒരു തണുപ്പൊക്കെ ആയിരുന്നു, ചെറിയൊരു തണുപ്പൊക്കെ ആയിട്ട് നോർമൽ കാലാവസ്ഥ എന്ന് തന്നെ പറയാം കേട്ടോ. അങ്ങനെ ഇവിടെ നമുക്ക് ഒരുപാട് ഫാമിലീസിനൊക്കെ കാണാനായിട്ട് സാധിച്ചു കേട്ടോ. മാത്രമല്ല ഇവിടെ ഒരുപാട് പേര് എന്താ പറയുക അവിടെ ഇരുന്ന് സംസാരിച്ച് എൻജോയ് ചെയ്ത് അങ്ങനെ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നേരെ നടന്നു വരുമ്പോൾ ഇതിൻ്റെ റൂട്ട് മാപ്പൊക്കെ വെച്ചിട്ടുണ്ട്. റൂട്ട് മാപ്പ് അല്ല, ഇവിടുത്തെ ആ ഹാങ്ങിങ് ഗാർഡൻ കൽബയിൽ നമുക്ക് എന്തൊക്കെ കാണാനുണ്ട്, നമുക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ളതൊക്കെ അവിടെ കറക്റ്റായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ അവർ പറയുന്നത് ഒരു സ്ഥലത്ത് ഒരു ചപ്പും ചവറൊന്നും വലിച്ചെറിയാനായിട്ട് പാടില്ല എന്ന് കറക്റ്റായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ക്ലീൻ ആയിട്ടുള്ള സ്ഥലങ്ങളായിരുന്നു ഇവിടെ മൊത്തം ഉണ്ടായിരുന്നത്. പിന്നെ ബാർബിക്യൂ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല കേട്ടോ ഇവിടെ. അതൊക്കെ അവർ മന ചെയ്തേക്കാം, അതൊന്നും പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമുക്ക് എന്തൊക്കെ കാണാൻ സാധിക്കും, എന്തൊക്കെ സംഭവങ്ങൾ അവിടെ ഉണ്ടെന്നുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. പിന്നെയും നമ്മൾ നേരെ ഫ്രണ്ടിലോട്ട് നമ്മൾ നടന്നു പോകണം. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഹാങ്ങിങ് ഗാർഡൻ്റെ അപ്സ്റ്റെയറിലാണ്, ഏറ്റവും മേളിലത്തെ ലെവലിൽ ആണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിൽക്കുന്ന അവിടെ ശരിക്കും പറഞ്ഞാൽ താഴെ നിന്നാണ് ആളുകൾ താഴെ പാർക്ക് ചെയ്ത് അവിടെ നിന്നാണ് കയറി വരെ. പക്ഷെ നമ്മൾക്ക് നേരെ മുകളിൽ പാർക്കിംഗ് കിട്ടിയതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് അവിടെ നിന്നുള്ള താഴത്തേക്കുള്ള വ്യൂസൊക്കെ മൊത്തത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചു കേട്ടോ.
പിന്നെ ഒരു കാര്യം പറയാനായിട്ട് മറന്നുപോയി, ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. തൊട്ടപ്പുറത്ത് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് ഒരു ബെൽ ബട്ടൺ കാണും. അപ്പോൾ അതിനകത്തൊരു ഓൾ എന്നുള്ളതിനകത്ത് ഓപ്ഷനിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പം ഞങ്ങൾ പോകുന്ന ചെറിയ ചെറിയ സ്ഥലങ്ങളിലെ കാഴ്ചകളും അതുപോലെ തന്നെയുള്ള കുട്ടി കുട്ടി കഥകളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാം കേട്ടോ. മാക്സിമം നിങ്ങളെല്ലാവരും എന്താ പറയുക എൻജോയ് ചെയ്യിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ചെറിയൊരു ലൈക്കും കമൻറ്റും ഷെയറൊക്കെ തന്ന് ഞങ്ങളുടെ കുഞ്ഞു ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത് നമ്മൾ മുകളിൽ നിന്ന് നോക്കുന്ന വ്യൂസ് ആണ് കേട്ടോ. ഇവിടെ ശരിക്കും ഇപ്പം ലൈറ്റ് ഇട്ട് തുടങ്ങിയിട്ടില്ല, കുറച്ചും കൂടി കഴിഞ്ഞാൽ നല്ല ലൈറ്റ് ഇട്ട് അടിപൊളി കിടിലൻ വ്യൂ ആയിട്ട് നമുക്ക് മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുക. മോർണിംഗിലൊക്കെ വരുന്നതിന് കുഴപ്പമൊന്നുമില്ല, നമുക്ക് മോർണിംഗിലുള്ള ആ മോർണിംഗിൻ്റേതായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ നല്ല വെയിൽ ഉണ്ട്, ഇപ്പം നല്ല ചൂട് സമയമായതുകൊണ്ട് നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് കൂടുതൽ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. നമ്മളപ്പോൾ മക്കളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈവനിങ്ങിൽ ഒരു ടൈം പ്രിഫർ ചെയ്തത്. അപ്പം നിങ്ങളൊക്കെ വരുന്ന സമയത്ത് ഏകദേശം ഒരു 5 മണിയോട് കൂടിയൊക്കെ ഇവിടെ എത്താൻ ആണെങ്കിൽ മോർണിംഗിലത്തെ ഒരു വ്യൂവും കാണാം, അധികം ചൂടും ഫീൽ ചെയ്യില്ല. പ്ലസ് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ നൈറ്റിലെ ആ ഒരു ലൈറ്റ് ഇട്ടിട്ടുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ സംഭവങ്ങളൊക്കെ കണ്ട് അങ്ങനെ നമുക്ക് പോകാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മളിത് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് നടന്നു വന്നു കഴിയുമ്പോൾ അവിടെ ഒരു റെസ്റ്റോറൻറ്റ് കാണാം. റെസ്റ്റോറൻറ്റ് തൊട്ടടുത്തായിട്ടാണ് ഒരു എൻട്രൻസ് പോലെ നമുക്ക് താഴത്തേക്ക് ഇറങ്ങാനുള്ളത് കാണും. അവിടെ എൻട്രൻസിൽ തന്നെ ഒരാളിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് എൻട്രൻസ് ഫീ ഉണ്ട് കേട്ടോ. അപ്പോൾ മുൻപൊക്കെ ഇത് ഫ്രീ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ 5 ദിറംസ് എൻട്രൻസ് ഫീ നമ്മൾ കൊടുക്കണം. അത് 5 താഴെയും വയസ്സുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. അതിൽ മേലുള്ളവർക്കൊക്കെ 5 ദിറം പെർ ഹെഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ടിക്കറ്റ് എടുത്ത് നമ്മൾ താഴത്തേക്ക് ഇറങ്ങി. ഇതുപോലുള്ള സ്റ്റെപ്പുകളാണ് കേട്ടോ ഇറങ്ങാനായിട്ടുള്ളത്. കയറി വരുന്ന അത്രയും ബുദ്ധിമുട്ടില്ല താഴത്തേക്ക് ഇറങ്ങുമ്പോൾ, കാരണം നമ്മൾ അത്ര അങ്ങോട്ട് ആയാസപ്പെടുന്നില്ലല്ലോ. കയറി വരുമ്പോഴും വലിയ ബുദ്ധിമുട്ട് കാണില്ല. പക്ഷെ ഒത്തിരി മേളോട്ട് എത്തി കഴിയുമ്പോൾ ചെറുതായിട്ടൊക്കെ ആളുകളൊക്കെ എത്തിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു കേട്ടോ. അതായത് ഇവർ ചെറുതായിട്ട് ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങിയിട്ട് ഇവിടെ കണ്ടാൽ ഞാൻ പറഞ്ഞില്ല നല്ല ഭംഗിയായിട്ട് ഇവിടെ ലൈറ്റ് ഇട്ടിട്ട് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങുന്ന വഴിയിലാണ് അവരവിടെ ലൈറ്റ് ഇട്ട് തുടങ്ങിയതും അങ്ങനെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു കേട്ടോ. ശരിക്കും നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നു കേട്ടോ. നമ്മൾ മേളിൽ നിന്ന് അത് നോക്കി കാണും, ആ ലൈറ്റ് ഇട്ടുള്ള ഒരു വ്യൂ, അത് ശരിക്കും ഡയറക്റ്റ് ആയിട്ട് കാണുമ്പോൾ ഒരു നല്ല പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഇറങ്ങുന്ന വഴിയിൽ എന്താ പറയുക, ഒരു സൈഡിൽ മൊത്തമാണ് ഇവർ പലതരത്തിലുള്ള പ്ലാന്റ്സ്, ചെടികളാകട്ടെ അതുപോലെ തന്നെ വൃക്ഷങ്ങളാകട്ടെ അങ്ങനെയൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇതുപോലുള്ള കൈവരികളുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് പയ്യെ ഈ കല്ലിൻ്റെ സിമെൻറ്റ് കല്ലിൻ്റെ തന്നെ സ്റ്റെപ്സുകളുണ്ട്. അപ്പോൾ ആ സ്റ്റെപ്പുകൾ കൂടെ നമുക്ക് പയ്യെ ഇറങ്ങാൻ പറ്റും. അത് ഒരുപാട് കുത്തനെയുള്ള സ്റ്റെപ്പൊന്നുമല്ല കേട്ടോ, ചെറിയ സ്റ്റെപ്പുകളാണ്. അപ്പോൾ നമുക്കധികം ക്ഷീണം തോന്നത്തില്ല. ഇറങ്ങാണെങ്കിലും കയറാണെങ്കിലും വല്ലാണ്ട് അങ്ങ് ക്ഷീണം നമുക്ക് ഫീൽ ചെയ്യത്തില്ല. പിന്നെ പ്രത്യേകം പറയാനായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രോളർ അതിൽ കൂടെ കൊണ്ടുപോകാനായിട്ട് അവർ അലൗ ചെയ്തിട്ടില്ല കേട്ടോ. അവർ ഓൾറെഡി ആ പോയിന്റിൽ തന്നെ ഇറങ്ങുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെയൊക്കെ ഫ്രണ്ടിൽ നിന്നൊരിടത്ത് പറഞ്ഞു പറ്റത്തില്ല, സ്ട്രോളറായിട്ട് അതിൽ ഇറങ്ങാൻ പറ്റില്ല എന്നവർ മന ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്ട്രോളറായിട്ട് അങ്ങനെ ഇറങ്ങാനായിട്ട് പറ്റില്ല. അത് ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയായിരിക്കും കേട്ടോ. കാരണം നമുക്ക് തോന്നും കാണുമ്പോൾ ചെറിയ സ്റ്റെപ്പ് പോലെ, പക്ഷെ കൊണ്ടുപോലൊരു ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഇതുപോലെ നല്ല ഭംഗിയിലുള്ള പൂക്കളും പലതരത്തിലുള്ള കളറിലുള്ള പൂക്കളുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ രാത്രിയുടേതായിട്ടൊരു കാഴ്ചയിൽ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് പയ്യെ സൈഡിൽ കുറച്ചേരൊക്കെ നിന്ന് മക്കളൊക്കെ ആയിട്ടാണല്ലോ പയ്യെ ഇറങ്ങുന്നത്. അപ്പം അത് കാരണം കൊണ്ട് കുറച്ച് പൂക്കളൊക്കെ കാണിച്ചു കൊടുത്ത് കുറച്ച് കളറുകളൊക്കെ കാണിച്ചൊക്കെ കൊടുത്ത് അവരിങ്ങനെ പയ്യെ ഇങ്ങനെ ഇറക്കി. അങ്ങനെ ഞങ്ങൾ ഏകദേശം കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോഴേക്കും ഏകദേശം ഇപ്പം നമ്മൾ ഏകദേശം താഴെ എത്താറായിട്ടുണ്ട് കേട്ടോ. കുറേ ബോഗൺ വില്ലേഴ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇതുപോലെയുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ആയിരുന്നു കേട്ടോ കാണാനായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ താഴത്തേക്ക് എത്തി കഴിഞ്ഞപ്പോൾ നേരിട്ട് കണ്ടത് തന്നെ പ്ലേ ഗ്രൗണ്ട് ആയിരുന്നു. അപ്പം മക്കൾ പിന്നെ പ്ലേ ഗ്രൗണ്ട് കണ്ടു കഴിഞ്ഞാൽ അറിയാലോ, പിന്നെ അവിടെ നിന്ന് വിടത്തില്ല. അപ്പോൾ അവർ രണ്ടുപേരും ഈ പ്ലേ ഗ്രൗണ്ടിൽ അവിടെ സ്റ്റിക്കായി. പിന്നെ അവർ അതിനകത്തായി മെയിനായിട്ടുള്ള കളികൾ. ഇതിനകത്ത് പ്ലേ ഗ്രൗണ്ട് ഇത് മാത്രമല്ല, വേറൊരു പ്ലേ ഗ്രൗണ്ടും കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ ഇച്ചിരി കൂടി റഷാണ്, മറ്റോടത്ത് കുറച്ച് റഷ് കുറവാണ്. അപ്പോൾ അവിടെ കുറച്ചും കൂടിയും പ്രായം കുറഞ്ഞ കുട്ടികൾക്ക് കളിക്കുന്ന രീതിയിലും അങ്ങനെ പലതരത്തിലുള്ള കളികളുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പം ചെറിയതായിട്ടുള്ള സ്ലിങ്ങും അതുപോലെ ഊഞ്ഞാലും അങ്ങനെയൊക്കെയാണ്. തൊട്ടപ്പുറത്തെ പ്ലേ ഗ്രൗണ്ട് കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം. അപ്പം അവിടെ അതിനേക്കാൾ കൂടുതലായിട്ട് കുട്ടികൾക്ക് കളിക്കാനും എൻജോയ് ചെയ്യാനായിട്ടുള്ള വേറെയും സംഭവങ്ങൾ കുറേയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വീണാലും അങ്ങനെ മുറിവൊന്നും പറ്റാത്ത രീതിയിലാണ് താഴെ അവർ മാറ്റൊക്കെ ഇട്ടിട്ട് നല്ല സെറ്റാക്കി വെച്ചാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഹാങ്ങിങ് ഗാർഡിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ സംഭവമാണ്. ഈ കാണുമ്പോൾ ഒരു വെള്ള കളർ പോലെയല്ലേ ഇരിക്കുന്നത്. എൻ്റെ അടുത്തുനിന്ന് കാണുമ്പോൾ നല്ല രസമാട്ടോ. അത് വാട്ടർഫോളാണ്. അത് അവർ മാൻമെയ്ഡാണ്, അവർ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു വാട്ടർഫോളാണ്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അത് ആ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത് കാണാനായിട്ട് അതൊരു പ്രത്യേക കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. അതിൻ്റെ അടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ തന്നെ എന്താ പറയുക, നല്ല ഒരു തണുപ്പും ആ വെള്ളത്തിൻ്റെ ആ ഒരു തുള്ളികളൊക്കെ നമ്മുടെ മേലൊക്കെ വീഴുമ്പോഴുള്ള ആ ഒരു തണുപ്പും അങ്ങനെ നല്ലൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. ഒരുപാട് ആളുകൾ അവിടെ അടുത്ത് വന്ന് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും അങ്ങനെ
ഒരുപാട് നമുക്ക് കാണാനായിട്ട് സാധിച്ചായിരുന്നു കേട്ടോ. ഇതുപോലെയാണ് കേട്ടോ, ഇങ്ങനെ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ. നല്ല ഭംഗിയുള്ളൊരു നല്ല വൃത്തിയുള്ളൊരു വെള്ളച്ചാട്ടം നമുക്ക് പറയാം കേട്ടോ. നല്ല രസമായിരുന്നു അവിടെ കാണാനായിട്ട്. പിന്നെ പ്രത്യേകിച്ച് ലൈറ്റൊക്കെ ഇട്ടിട്ട് ഒരു ചെറിയൊരു ബ്ലൂയിഷ് കളറൊക്കെ ആയിട്ട് ആ ഒരു വൈറ്റും ആ ഒരു ബ്ലൂവും കളറൊക്കെ ചേർന്നിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക കളർഫുള്ളായിരുന്നു. അങ്ങനെ ഒരു സൈഡിൽ മൊത്തം ഇങ്ങനെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു പ്രതീതിയും ആ ഒരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ അവിടെ. You are making a vlog? You are making vlog? हम सबका ब्लॉग आना चाहिए. Hi बोलो. Hi, hello, hi, how are you? Fine, सारे. Good. Okay. Thank you. പിന്നെ ഈ കാണുന്നത് ഇവിടുത്തെ വലിയൊരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. ഒരുപാട് ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്. നല്ല ക്ലീൻ ആയിട്ടുള്ള നല്ല റെസ്റ്റോറൻറ്റ് തന്നെയാണ് കേട്ടോ. ഇവിടെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു തീം തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും കേട്ടോ. ഫാമിലി ഓറിയൻറ്റഡ് എന്നല്ല പറയാൻ സാധിക്കും, ഏത് ടൈപ്പിലുള്ള ആളുകൾക്കാണെങ്കിലും ഇവിടെ നമുക്ക് ആ രീതിയിലുള്ളൊരു തീമാണ് അവർ ഈ ഹാങ്ങിങ് ഗാർഡൻ വിത്ത് ഈ പാർക്കിനായിട്ട് അവർ എന്താ പറയുക രൂപകൽപ്പന ചെയ്തിട്ടുള്ളതെന്ന് പറയും. ഇപ്പം റെസ്റ്റോറൻ്റ് ആണെങ്കിൽ റെസ്റ്റോറൻ്റ് ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ താഴെ തന്നെ വാഷ്റൂം ഫെസിലിറ്റീസ് ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ നടക്കാനായിട്ടാണെങ്കിൽ വാക്കിങ്ങിനാണെങ്കിൽ ആ വാക്കിംഗ് പാത്ത് ആണെങ്കിലും, അതുപോലെ തന്നെ ഒരു സൈഡിൽ സൈക്കിൾ സവാരിക്കാണെങ്കിൽ അങ്ങനെ സൈക്കിളിന് വേണ്ടിയിട്ടുള്ള ആ ഒരു വേ ഉണ്ട്. പിന്നെ സ്കേറ്റിംഗ് അറിയുന്നവർക്ക് വേണ്ടിയിട്ടുള്ളത്, അങ്ങനെ പോകുന്നവർക്ക് പ്രൊഫഷണലായിട്ട് അങ്ങനെ ചെയ്യുന്നവർക്കാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സ്ഥലം പ്രത്യേകമായിട്ട് സജ്ജീകരിച്ച് അവരിട്ടിട്ടുണ്ട്. അങ്ങനെ എന്താ പറയുക, എല്ലാം കൊണ്ടും നമുക്ക് പറയാൻ പറ്റും ഏത് തരത്തിലുള്ള. ഇനിയിപ്പം അഡ്വഞ്ചേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഇവിടെ നമുക്ക് അവർക്ക് നേരെ ഹൈക്കിംഗ് ചെയ്ത് മുകളിൽ വരെ പോകാനും മുകളിലൊക്കെ അങ്ങ് കറങ്ങി അടിച്ച് നടന്ന് വീണ്ടും ഇറങ്ങിക്ക് വരാൻ അങ്ങനെയുള്ള സൗകര്യങ്ങൾ. അപ്പം ഏത് രീതിയിലാണെങ്കിലും, ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ഇപ്പോൾ സൈക്കിളൊക്കെ ഓടിപ്പിച്ച് പോകണമെങ്കിൽ അത് അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും എൻജോയ് ചെയ്യാനായിട്ടുള്ള ഒരു ഫെസിലിറ്റീസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ എന്താ പറയുക, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ താഴത്തെ ഈ സ്ഥലത്ത് ഹാങ്ങിങ് ഗാർഡൻ്റെ ഈ താഴത്തെ നിലയിലാണെങ്കിൽ നമുക്ക് വാഷ്റൂം ഫെസിലിറ്റീസും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള വാഷ്റൂംസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. മുകളിലോട്ട് ചെല്ലുമ്പോൾ പക്ഷേ അവിടെ നമ്മൾക്ക് കാണാനൊന്നും സാധിച്ചില്ല. അവിടെ ആകെ ഒരു റെസ്റ്റോറൻറ്റ് മാത്രമാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് കേട്ടോ. വാഷ്റൂം കാര്യങ്ങളൊക്കെ നമുക്ക് താഴെ തന്നെ അവൈലബിൾ ആണ്. അതുപോലെ എല്ലാ സ്ഥലങ്ങളും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. അവിടെ എല്ലാവരും ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ആരും എവിടെയൊന്നും വലിച്ചെറിയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. വളരെ ക്ലീൻ, വളരെ നീറ്റ്, നല്ല ഭംഗിയുള്ള ഗ്രൗണ്ടും അങ്ങനെ നല്ല എന്താ പറയുക നല്ല പുൽത്തകിടിയും കാണാനായിട്ട് ഒരുപാട് കാഴ്ചകളും അങ്ങനെയൊക്കെ ആയിട്ട് മൊത്തത്തിലൊരു ഫാമിലി ഓറിയൻറ്റഡ്, അതല്ലെങ്കിൽ മൊത്തത്തിൽ എല്ലാ തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പം ഷാർജ ഏരിയയിലൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ നിശ്ചയമായിട്ട് വന്ന് എന്തായാലും ഇത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ യു എയിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഒക്കെ ഒന്ന് പോയി നമുക്കൊരു പ്രാവശ്യമൊക്കെ വന്ന് കണ്ട് എൻജോയ് ചെയ്ത് വരാൻ പറ്റിയ തരത്തിലുള്ള ഒരു സ്ഥലമാണിതെന്ന് പറയാം. നമ്മുടെ ഈ ഷാർജ കൽബ റോഡിലുള്ള ഈ ഹാങ്ങിങ് ഗാർഡൻ എന്ന് പറയുന്ന ഈ സംഭവം കേട്ടോ. പിന്നെ ഇതാ കാണുന്നത് ആ വാട്ടർഫോളിൻ്റെ അകലിൽ നിന്നുള്ള വ്യൂസ് ആണ് കേട്ടോ. പിന്നെ ഇത് ആ ഒരു സിഗ്സാഗ് പോലെ കയറി പോകുന്നില്ലേ, അതാണ് ഈ സ്റ്റെപ്സ് പോലെ ഇവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് ശരിക്കും സ്റ്റെപ്പുകളാണ് കേട്ടോ. ആ ഒരു സിഗ്സാഗ് പോലെ ഇങ്ങനെ വര പോലെ ലൈറ്റ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം അതിൽ കൂടെ കയറിയാണ് നമ്മൾ മേളിലോട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കാം. പിന്നെ നമ്മളിപ്പോൾ താഴെയാണ് നമുക്ക് പാർക്കിംഗ് ഏരിയ കിട്ടിയിരിക്കുന്നതെങ്കിൽ നമുക്ക് ഇതാ ഹാങ്ങിങ് ഗാർഡൻ്റെ താഴെയുള്ള ഒരു എൻട്രൻസ് ആണ് കേട്ടോ ഇപ്പോൾ ഈ കണ്ടത്. അപ്പം ആ എൻട്രൻസിൽ കൂടെയാണ് നമുക്ക് ഉള്ളിലോട്ട് കയറി വരാനായിട്ട് സാധിക്കുന്നത്. പിന്നെ കാണുന്നത് മൊത്തത്തിൽ ഈ ഹാങ്ങിങ് ഗാർഡൻ്റെ മൊത്തത്തിലുള്ളൊരു ദൃശ്യമാണ് കേട്ടോ. ഇവിടെ ഈ മൊത്തത്തിലുള്ള ഒരു വ്യൂ ആണ് നമ്മൾ കാണിച്ചത്. നല്ല ഭംഗിയാണ് ഇവിടെ. അത് ഈ ഈവനിങ്ങിലും രാത്രി വ്യൂ ഒക്കെ ആ ലൈറ്റുകളെല്ലാം കൂടി ഇട്ടിട്ടൊക്കെ കാണാനും ഒക്കെ നല്ലൊരു ഭംഗിയാണ്. പ്രത്യേക ഒരു ഭംഗി എന്ന് തന്നെ പറയാം. നമ്മൾ വന്ന് തന്നെ കാണണം എന്ന് തന്നെ പറയാം. അതുകൂടാതെ ഇവിടെ ചെറിയൊരു ട്രെയിനിന് വേണ്ടിയിട്ട്, അതിപ്പോൾ നമ്മൾ ഈ മാളുകളിലൊക്കെ കാണുന്ന പോലെ അങ്ങനെയുള്ള ട്രെയിൻ സർവീസ് ഇവിടെ അവൈലബിൾ ആണ്. അവിടെ നമ്മൾ
നടന്നു പോകാൻ പറ്റാത്തവർക്ക് അങ്ങനെ കയറി ഇരുന്ന് പോകാനായിട്ട് അതും അവൈലബിൾ ആണ് കേട്ടോ. അവിടെ ട്രെയിൻ സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ എഴുതി വെച്ചിരിക്കുന്നതായിട്ട് കണ്ടായിരുന്നു. 1, 2, 3 സ്ഥലങ്ങളൊക്കെ അങ്ങനെ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ചെറുതായിട്ട് അവർ എഴുതി വെച്ചിരുന്നതൊക്കെ നമ്മൾ കണ്ടായിരുന്നു. പക്ഷേ ട്രെയിനൊന്നും അതിലെ പോകുന്നൊന്നും നമ്മൾ കണ്ടില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ സ്റ്റെപ്സുകളായിട്ട് ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. അവിടെയൊക്കെ നല്ല ഭംഗിയിൽ അപ്പുറത്തൊക്കെ ആയിട്ട് ഇങ്ങനെ പൂക്കളും അതുപോലെ പലതരത്തിലുള്ള പ്ലാന്റുകളും അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയൊക്കെ തന്നെയായിരുന്നു. അതുപോലെ തന്നെ എന്താ പറയുക, യു എയിൽ മൊത്തത്തിൽ കാണപ്പെടുന്ന ഇതുപോലെയുള്ള പല വർണ്ണത്തിലുള്ള പൂക്കളുണ്ടല്ലോ, അതൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തായിരുന്നു പോയിട്ട്. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായി. മക്കൾക്ക് പിന്നെ പ്ലേ ഗ്രൗണ്ടൊക്കെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരങ്ങനെ അവിടെ എന്താ പറയുക, അങ്ങ് ആറുമാദിക്കും തന്നെ പറയാം. പിന്നെ അവിടെ സ്റ്റിക്ക് ഓൺ ആണ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടത്തില്ല അവരെ കൊണ്ടുവരാനായിട്ട്. പിന്നെ എല്ലായിടത്തും പിന്നെ ഇതുപോലുള്ള ബോഗൺ വില്ലേജ് ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല കളർഫുള്ളായിട്ട് അതും നല്ല ഭംഗിയായിരുന്നു. ഇങ്ങനെ ഉണ്ടായി, ഇങ്ങനെ കൂട്ടമായിട്ട് ഉണ്ടായി നിൽക്കുന്നത് കാണാനായിട്ട് അതൊരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിപ്പം മേളിലാണ് പാർക്ക് ചെയ്തതെങ്കിലും നമ്മൾ അങ്ങനെ ഇവിടെ കണ്ട് കാഴ്ചകളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഏകദേശം നമ്മളൊരു 6-6:15 കൂടി എത്തിയായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ അവിടുന്ന് ഒരു 10-11 ആയപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചായിരുന്നു. അപ്പോൾ അതുവരെ നമ്മൾ എൻജോയ് ചെയ്തായിരുന്നു കേട്ടോ. നന്നായിട്ട് ഇവിടെ കാണാനായിട്ടുള്ള കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. മക്കളൊക്കെ പിന്നെ എന്താ പറയുക, പ്ലേ ഗ്രൗണ്ടൊക്കെ ആയിട്ട് അങ്ങനെ സ്റ്റിക്കായി. ഇതാണ് 2ാമത്തെ പ്ലേ ഗ്രൗണ്ട് കേട്ടോ. ഇവിടെയും നല്ല സേഫ് ആൻഡ് സെക്യൂർ ആയിരുന്നു കേട്ടോ. മക്കൾ വീണാൽ അങ്ങനെ പൊട്ടലും ചതവും അങ്ങനെയൊന്നും വരാൻ സാധ്യതയില്ല. അങ്ങനത്തെയുള്ള മാറ്റാണ് താഴെ ഇട്ടിരിക്കുന്നതൊക്കെ ഫ്ലോറിൽ. അപ്പം നല്ല വൃത്തിയൊക്കെയുള്ള പ്ലേ ഗ്രൗണ്ട് ഒക്കെ തന്നെയായിരുന്നു കേട്ടോ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടി ഇപ്പം മേളിലാണ് പാർക്ക് ചെയ്തതെന്ന് വെച്ചാലും നമ്മൾ മക്കളും ഒക്കെ ആയിട്ട് താഴെ തന്നെ വെയിറ്റ് ചെയ്യായിരുന്നു. ആക്ച്വലി ഞാൻ പോയിട്ട് പിന്നെ മേളിൽ നിന്ന് നേരെ നമ്മൾ വന്ന നേരെ ഫ്രണ്ടിലോട്ട് തന്നെ പോയി കഴിഞ്ഞാൽ പയ്യെ അവിടെ നിന്ന് വണ്ടി ഇറങ്ങി ഒരു ടണലുണ്ട്. ആ ടണലിൽ കൂടെ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് ഈ ഹാങ്ങിങ് ഗാർഡൻ്റെ സൈഡിലുള്ള ആ ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റിൻ്റെ അവിടെ വന്ന് വണ്ടി നിർത്താനും അവിടെ നിന്ന് നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം മേളിൽ ഇനിയിപ്പം പാർക്കിംഗ് ഇട്ടല്ലോ എന്ന് ഓർത്തിട്ട് ഇനി വീണ്ടും മേളിലോട്ട് കയറി നമ്മൾ പോയിട്ട് വേണ്ടേ എന്നുള്ള ഒരു മക്കളെ കൊണ്ട് കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അങ്ങനെ ടെൻഷൻ്റെ ആവശ്യമില്ല. മേളിൽ പാർക്കിംഗ് കിട്ടുകയാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി വരാനായിട്ട് സാധിക്കും. കുഞ്ഞു കുട്ടികളൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ, സ്റ്റോളർ അവിടെ ഇറങ്ങി വരുന്ന സമയത്ത് അല്ല അവിടെ അല്ല. പക്ഷെ താഴെ സ്റ്റോളറൊക്കെ ഉന്തിയൊക്കെ കാര്യങ്ങളൊക്കെ കൊണ്ട് പോകാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങനെ പാർക്കിംഗ് ഫീ അങ്ങനെയൊന്നും എടുത്തില്ലായിരുന്നു കേട്ടോ. പക്ഷേ പാർക്കിംഗ് ഫീ അവിടെ ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ പുതിയ വീഡിയോയും പുതിയ കാഴ്ചകളായിട്ട് ഞാൻ ഓടി വരാം. ചെറിയൊരു ലൈക്കും കമൻറ്റും ഷെയറൊക്കെ തന്ന് ഞങ്ങളുടെ ഈ കുഞ്ഞു ചാനലിൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. ഇത്രയും നേരം ഞങ്ങളുടെ വീഡിയോ വാച്ച് ചെയ്യുന്നതിന് താങ്ക് യു ഫോർ വാച്ചിങ്.